ചരിത്രത്തിൽ ഏറ്റവും മികച്ച കളിക്കാരുടെ പട്ടിക നീളമേറിയത് തന്നെയാണ്. സച്ചിൻ ടെണ്ടുൽക്കർ, സുനിൽ ഗവാസ്കർ, കപിൽ ദേവ്, വിരാട് കോഹ്ലി എന്നിങ്ങനെ നീളുന്നു പ്രതിഭകളുടെ വൻനിര. ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്നാൽ നിർഭാഗ്യം കൊണ്ട് മികവ് തെളിയിക്കാൻ സാധിക്കാതെ വന്ന ഒട്ടേറെ പ്രമുഖ താരങ്ങളെ നാം കണ്ടിട്ടുണ്ട്. ഇതിൽ ചിലർക്ക് അവസരം ലഭിക്കാത്തതും പ്രശ്നമായി. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിർഭാഗ്യവന്മാരായ 5 കളിക്കാർ ആരെല്ലാം എന്ന് പരിശോധിക്കാം. മലയാളി താരം സഞ്ജു സാംസൺ തന്നെയാണ് ലിസ്റ്റിലെ പ്രധാനി. അടുത്ത നാളിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും നിർഭാഗ്യവാനായ താരമാണ് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു വി സാംസൺ. ഋഷഭ് പന്തിന്റെ അഭാവത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റർ സ്ഥാനത്തേക്ക് എത്തേണ്ടിയിരുന്ന താരമാണ് സഞ്ജു സാംസൺ. കാർ അപകടത്തെ തുടർന്ന് പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന ഋഷഭ് പന്തിന് പകരം ഇന്ത്യൻ ടീമിൽ എത്തേണ്ടിയിരുന്ന സഞ്ജു സാംസണിനും പരിക്ക് മൂലം തിരിച്ചടി നേരിട്ടു. പരിക്കിനെ തുടർന്ന് ശ്രീലങ്ക, ന്യൂസിലാൻഡ് പരമ്പരകൾ സഞ്ജു സാംസണ് നഷ്ടമായി. അതുപോലെ ലഭിച്ച ചില നിർണായക അവസരങ്ങളിൽ തിളങ്ങാനും സഞ്ജുവിന് സാധിച്ചില്ല. മറിച്ച് തിളങ്ങിയപ്പോഴെല്ലാം ടീമിൽ സ്ഥിരം സാന്നിധ്യമാകാനും കഴിഞ്ഞില്ല. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സഞ്ജുവിനെ ദേശീയ ടീമിൽ നിന്ന് തഴയുന്നത് ഇതിനകം നാം പലതവണ കണ്ടതാണ്. മറ്റൊരു താരം അമ്പാട്ടി റായുഡു. 2019 ലോകകപ്പിന് മുൻപ് വരെ അമ്പാട്ടി റായുഡു എല്ലാം സമർപ്പിച്ചായിരുന്നു ക്രിക്കറ്റ് ബാറ്റ് കയ്യിലെടുത്തത്. എന്നാൽ 2019 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിൽ തുറന്നില്ല. അതോടെ അമ്പാട്ടി റായുഡുവിന്റെ സമനില തെറ്റി. 3 ഡയമെൻഷൻ പ്ലെയർ എന്ന ലേബലിൽ ഒരു കളിക്കാരനെ ലോകകപ്പ് ടീമിൽ കുത്തിത്തിരുകാൻ BCCI സെലക്ടർമാർ കാണിച്ച താൽപ്പര്യമാണ് അമ്പാട്ടി റായുഡുവിന്റെ ഭാവി തുലച്ചത്. അതും 2019 ലോകകപ്പിനുള്ള സ്റ്റാൻഡ് ബൈ താരങ്ങളിൽ ഒരാളായിരിക്കെയാണ് റായുഡുവിനെ തള്ളി 3 ഡയമെൻഷന് പിന്നാലെ BCCI പോയത്. അതോടെ രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് അമ്പാട്ടി റായുഡു വിരമിക്കൽ പ്രഖ്യാപിച്ചു. ലോകകപ്പിൽ റായുഡുവിനെ പോലുള്ള ഒരു ക്ലാസ് ബാറ്ററിന്റെ അഭാവം ഇന്ത്യൻ ടീമിൽ നിഴലിച്ചു. മറ്റൊരു താരം കരുൺ നായരാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടിയ രണ്ടാമനായിരുന്നു കരുൺ നായർ. വീരേന്ദ്ര സെവാഗിന് ശേഷം 2016 കരുൺ നായരിന്റെ ചരിത്ര ട്രിപ്പിൾ സെഞ്ചുറി. ഇംഗ്ലണ്ടിന് എതിരായ മത്സരത്തിലായിരുന്നു കരുൺ നായർ ട്രിപ്പിൾ നേടിയത്. എന്നാൽ തൊട്ടടുത്ത മത്സരത്തിൽ കരുൺ നായരിന് അവസരം ലഭിച്ചില്ല. അർദ്ധ സെഞ്ചുറി നേടുന്ന താരങ്ങൾ പോലും പ്ലേയിങ് 11-ൽ സ്ഥാനം ഉറപ്പിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇതെന്നും ശ്രദ്ധേയം. ഏതായാലും കരുൺ നായരിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ശോഭനമായ ഭാവി ഉണ്ടായില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ ആഭ്യന്തര പ്ലെയറാണ് വസീം ജാഫർ. നിർഭാഗ്യവരുടെ കൂട്ടത്തിൽ വസീം ജാഫറുമുണ്ട്. മുംബൈക്കാരനായ ഇദ്ദേഹത്തിന്റെ പേരിലാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ്. 14,609 റൺസാണിത്. മുംബൈക്ക് വേണ്ടി 186 ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ ഇറങ്ങി 53.70 ശരാശരിയിൽ ബാറ്റ് വീശി 46 സെഞ്ചുറി സ്വന്തമാക്കി. 2000-ൽ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റിൽ അരങ്ങേറി. 31 ടെസ്റ്റ് കളിച്ചു. 1944 റൺസ് നേടി. 34.11 മാത്രമായിരുന്നു ശരാശരി. രാജ്യാന്തര ക്രിക്കറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും നിർഭാഗ്യവനായ കളിക്കാരൻ എന്ന ലേബൽ എന്തുകൊണ്ടും വസീം ജാഫറിന് ചാർത്താം. ആഭ്യന്തര ക്രിക്കറ്റിലെ ഫോം ദേശീയ ജേഴ്സിയിൽ തുടരാൻ സാധിക്കാത്തതാണ് മറ്റൊരാൾ സുബ്രഹ്മണ്യം ബദ്രിനാഥ്. വലങ്കൈ മധ്യനിര ബാറ്ററായ സുബ്രഹ്മണ്യം ബദ്രിനാഥിനെയും കരിയറിൽ ഭാഗ്യം തുണച്ചില്ല. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 145 മത്സരങ്ങളിൽ നിന്ന് 10,245 റൺസ് നേടി. 32 സെഞ്ചുറിയും 45 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് ഇത്. 54.49 ശരാശരി. എന്നാൽ ഇന്ത്യക്ക് വേണ്ടി 2 ടെസ്റ്റ്, 7 ഏകദിനം, 1 2020 എന്നിങ്ങനെ ആകെ 10 മത്സരങ്ങളിൽ മാത്രമാണ് അവസരം ലഭിച്ചത്. 2010-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നാഗ്പൂരിൽ നടന്ന ടെസ്റ്റിലായിരുന്നു അരങ്ങേറ്റം.